നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ 1-ാം ക്ലാസ്സിലായിരിക്കും, 5-ലായിരിക്കും, 10-ലായിരിക്കും. അവരുടെ കാര്യമൊക്കെ ഇപ്പോൾ ഓക്കെയാണ്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു ദൈവാനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ അവർ ഒരു ബന്ധനമായി മാറും. മക്കൾ ഒരു ബന്ധനമായി മാറിയ വീടുണ്ട്. ഒരപ്പം പറഞ്ഞ് എൻ്റെ മക്കളായിട്ട് രക്ഷപ്പെടുമെന്നാണ് കരുതിയേ. എന്നാൽ ഇന്ന് എൻ്റെ ആ മകൻ ജയിലിലാണ്. ഇന്ന് ആ മകൻ ആ വീടിൻ്റെ ഐശ്വര്യം കെട്ടുപോകുന്നൊരു തടസ്സമായി മാറി. നമ്മുടെ മക്കൾ തലമുറ നാളെ നിങ്ങളുടെ നന്മയ്ക്ക് ലഭിക്കേണ്ട അനുഗ്രഹത്തിൻ്റെ ബന്ധനമായി നിൽക്കേണ്ടവരല്ല, ആ വഴികളെ തുറന്ന് കയറി പോകേണ്ടവരാണ്. ആമേൻ. അതിനെന്തു വേണമെന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിച്ചും ആരാധിച്ചും സ്വീകരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ഉണ്ടാകണം.